അസ്സലാമു അലൈക്കും. ഇസ്ലാമിൽ അല്ലാഹു ചില ദിവസങ്ങൾക്കും ചില സമയങ്ങൾക്കും പ്രത്യേക മഹത്വം നൽകിയിട്ടുണ്ട്. അത്തരം മഹത്തായ ദിവസങ്ങളിൽ ഒന്നാണ് ദുൽഹിജ്ജ മാസത്തിലെ 9-ാം ദിവസം അഥവാ യൗമു അറഫ. ഹജ്ജിന് പോയിരിക്കുന്നവർ അന്ന് അറഫയിൽ നിൽക്കും. ഹജ്ജിന് പോകാത്ത മുസ്ലിങ്ങൾക്ക് ആ ദിവസത്തിൽ നോമ്പ് നോൽക്കുന്നത് വളരെ മഹത്തായ സുന്നത്താണ്. അറഫ ദിനത്തിൽ നോമ്പ് നോൽക്കുന്നതാണ് അറഫ നോമ്പ്. ഈ ദിവസം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാന ഘട്ടം അറഫയിൽ നിൽക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അറഫ ദിനത്തിലെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. കൊല്ലത്തിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ്. എന്നാൽ പകൽ അത് അറഫയുടെ പകലാണ്. പകലിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അറഫയുടെ പകലാണ്. പ്രാർത്ഥനയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അറഫ ദിനത്തിലുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. അറഫ ദിനത്തിൽ കൂടുതലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലുക. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, ഒരാൾ ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 10 ദിവസം കഴിഞ്ഞ് മനസ്സറിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ധാരാളം ദിക്ർ ചൊല്ലി എന്നോട് എന്ത് ആവശ്യപ്പെട്ടാലും അത് ഞാൻ നിറവേറ്റി കൊടുക്കും. അറഫ നോമ്പിന്റെ പ്രതിഫലങ്ങൾ: 1. 2 വർഷത്തെ പാപങ്ങൾ പുറത്തു കൊടുക്കും. അറഫ നോമ്പ് നോൽക്കുന്നവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് ഹദീസുകളിൽ വ്യക്തമാക്കുന്നു. 2. അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹം ഉണ്ടാവും. അറഫ ദിനത്തിൽ അള്ളാഹു തന്റെ ദാസന്മാരെ ഏറെ കരുണയോടെ കാണും. ദുആകൾ സ്വീകരിക്കപ്പെടുന്ന മഹത്തായ ദിവസമാണിത്. 3. നരകമോചന ദിനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അറഫ ദിനത്തിനേക്കാൾ കൂടുതൽ ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിനമില്ല. 4. ദുആ സ്വീകരിക്കപ്പെടുന്ന ദിവസം. അറഫ ദിനത്തിലെ ദുആ വളരെ മഹത്തായതാണ്. അന്ന് അധികമായി അള്ളാഹുവിനോട് തൗബയും കൂടുതൽ ദിക്റുകളും ചൊല്ലുക. ഇനി ആരെല്ലാമാണ് അറഫ നോമ്പ് നോൽക്കേണ്ടത്? ഹജ്ജിന് പോകാത്ത മുസ്ലിങ്ങൾക്ക് അറഫ നോമ്പ് സുന്നത്താണ്. ആരോഗ്യ പ്രശ്നമില്ലാത്തവർക്കും അറഫ നോമ്പ് നോൽക്കാം. ഹജ്ജിന് അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്ക് നോമ്പ് നിർബന്ധമല്ല. അവർക്ക് ശക്തി കുറയാതിരിക്കാൻ നോമ്പ് ഒഴിവാക്കുന്നതാണ് സുന്നത്ത്. അറഫ നോമ്പിന്റെ നിയ്യത്ത്: നവൈതു സൗമ അദിൻ അൻ സുന്നത്തി യൗമ അറഫ ലില്ലാഹി തആല. അറഫ ദിവസത്തിലെ നാളത്തെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നോറ്റുവീട്ടുവാൻ കരുതി. നോമ്പിന്റെ നിയ്യത്ത് മനസ്സിൽ ഉറപ്പിച്ചു പറയണം. ഇനി റമളാനിൽ കുറെ പേർക്ക് നോമ്പ് കടമുള്ളവർ ഉണ്ടാവും. അവർ നോമ്പിന്റെ നിയ്യത്തിന്റെ കൂടെ റമളാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു നോമ്പിന് ഞാൻ ഖളാ വീട്ടാൻ കരുതി എന്നുകൂടി നിയ്യത്ത് വെക്കണം. അറഫ ദിനത്തിൽ നോമ്പ് നോൽക്കുന്നതിന്റെ കൂടെ ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുക, ദിക്ർ കൂടുതലാക്കുക, തക്ബീർ ചൊല്ലുക, സദഖ നൽകുക, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക, എന്നിട്ട് അള്ളാഹുവിനോട് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. അറഫ ദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതലായി ചൊല്ലിയിരുന്ന ഒരു ദുആണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ കൂടുതലായി അറഫ ദിനത്തിൽ ചൊല്ലാൻ ശ്രദ്ധിക്കണം. അറഫ ദിനം അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമാണ്. ആ ദിനത്തിലെ നോമ്പ് 2 വർഷത്തെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്ന വലിയൊരു സുന്നത്താണ്. അതുകൊണ്ട് നാം ഈ അവസരം നഷ്ടപ്പെടുത്താതെ നോമ്പ് നോൽക്കുകയും ദുആ, ദിക്ർ എന്നിവയിൽ സമയം ചെലവഴിക്കുകയും വേണം. അള്ളാഹുവിന്റെ കരുണ നേടാൻ അറഫ ദിനം നമുക്കൊരു സുവർണാവസരമാണ്. നമ്മുടെ കുടുംബത്തിനും ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ നോമ്പുകളും സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ
മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കൂടുതൽ ഇസ്ലാമിക അറിവുകൾക്കായി ഇസ്ലാമിക് തോട്ട്സ് ആൻഡ് സൊല്യൂഷൻസ് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.